കൊല്ലത്ത് ഇന്ന് നടന്ന് 2 കൊലപാതകങ്ങളാണ്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മുടെ സംസ്ഥാനത്ത് കൊലപാതക പരമ്പര അരങ്ങേറിയിരിക്കുന്നു. ഒരു വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു. അവന്റെ പിതാവിനും കുത്തേറ്റിട്ടുണ്ട്. ആ കുത്തിയവൻ തന്നെയാണ് റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഈ മാസം 24-ാം തീയതിക്ക് മുഖ്യമന്ത്രി ഒരു ഉന്നതതല യോഗവും ക്രമീകരിച്ചിരിക്കുകയാണ്. ലഹരി വ്യാപനം തടയുന്നതിനും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ടും ഉള്ള ഒരു യോഗം, ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചിരിക്കുകയാണ്. ഇനിയും 24-ാം തീയതി വരെ കാത്തിരിക്കുന്ന സമയത്തിനുള്ളിൽ എന്തൊക്കെ കേരളത്തിൽ നടക്കുമെന്നും എത്രയൊക്കെ കൊലപാതകങ്ങൾ ഉണ്ടാകുമെന്നും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അടിയന്തരമായി തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഈ 2 കൊലപാതകങ്ങൾ ഇന്ന് കേരളത്തിൽ നടക്കത്തില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു കൊച്ചു പയ്യനാണ് ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത്. എന്തിന്റെ പേരിലാണെങ്കിൽ പോലും നമ്മുടെ സംസ്ഥാനത്തെ ക്രമസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോഴത്താണ് 7 ദിവസങ്ങൾക്ക് ശേഷം 24-ാം തീയതി മുഖ്യമന്ത്രി ഒരു ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. ഇനിയും 24-ാം തീയതി വരെ കാത്തിരിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? ചോരപ്പുഴ ഒഴുകുമോ കേരളത്തിൽ? അതോ MDMA ഒഴുകുമോ കേരളത്തിൽ? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് കാത്തിരുന്ന് കാണാം. കാഴ്ചക്കാരായി നിൽക്കാൻ മാത്രമേ നമുക്കിപ്പോൾ സാധിക്കത്തുള്ളല്ലോ. കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സർക്കാരും.